ഹായ് എവരി വൺ. ഇന്ന് നവംബർ 19 ഇന്നാണ് വേൾഡ് മെൻസ് ഡേ. നമ്മളെല്ലാം ചിൽഡ്രൻസ് ഡേ കേട്ടിട്ടുണ്ട്, വേൾഡ് വിമൻസ് ഡേ കേട്ടിട്ടുണ്ട്. മെൻസ് ഡേ ആഘോഷിക്കപ്പെടുന്നത് നവംബർ 19. സോ എന്തുകൊണ്ടാണ് മെൻസ് ഡേ ഇമ്പോർട്ടൻറ്റ്? ആണുങ്ങൾക്കും വളരുന്ന കൗമാരക്കാർക്കും ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് വേൾഡ് മെൻസ് ഡേ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ജസ്റ്റ് 3 കാര്യങ്ങളെ പറ്റിയാണ്. നമ്പർ 1, പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഹോർമോൺ പ്രശ്നങ്ങളിൽ ഒന്നാണ് പുരുഷ കഷണ്ടി അഥവാ ആൻഡ്രോജനിക് അലോപേഷ്യ. തലമുടി പൊഴിച്ചിൽ പറയുന്ന പേരാണ് അലോപേഷ്യ. പക്ഷേ സ്ത്രീകൾക്കൊരിക്കലും പൂർണ്ണമായ കഷണ്ടി വരാറില്ല. അവരുടെ മുടിയുടെ ഉള്ളു കുറയുക എന്ന് പറയും. പ്രസവം കഴിഞ്ഞിട്ട് കൗമാരകാലത്ത് മെൻസസ് നിന്ന് കഴിയുമ്പോഴൊക്കെ മുടിയുടെ ഉള്ളു കുറയും. അവർ തൈറോയ്ഡ് നോക്കും, കാൽസ്യം നോക്കും, വൈറ്റമിൻ ഡി നോക്കും, അയൺ അതാണ് ഫെറിറ്റിൻ നോക്കും, B12, ചിലർ വൈറ്റമിൻ B7 അഥവാ ബയോട്ടിൻ ചെക്ക് ചെയ്ത് കഴിക്കും. സോ ബേസിക്കലി പെണ്ണുങ്ങൾക്ക് ഒരിക്കലും കഷണ്ടി വരാറില്ല. അപൂർവമായി അവർ കീമോതെറാപ്പി ചെയ്താൽ ആദ്യത്തെ 6 മാസം കീമോതെറാപ്പി ക്യാൻസർ, ബ്രസ്റ്റിനോ ലുക്കീമിയൊക്കെ എടുത്തതിന് ശേഷം തലമുടി പൊഴിച്ചിൽ വരാം. പക്ഷേ പുരുഷന്റെ കഷണ്ടി അങ്ങനെയല്ല. 50% പുരുഷന്മാരിൽ 30 വയസ്സ് കഴിഞ്ഞാൽ തലമുടി മേപ്പോട്ട് കയറി തുടങ്ങും. അതാണ് ഫ്രോണ്ടൽ ബാൾഡ്നസ് അഥവാ പുരുഷ കഷണ്ടി, ആൻഡ്രോജനിക് അലോപേഷ്യ. പണ്ട് ഈ തലമുടി പൊഴിച്ചിൽ ആരംഭിക്കുന്ന 35 വയസ്സിന് ശേഷമാണ്. ഇപ്പോൾ 80% കുട്ടികൾക്കും തലമുടി പൊഴിച്ചിൽ ആരംഭിക്കുന്ന കൗമാരം തുടങ്ങുമ്പോൾ 16 or 18 വയസ്സിലാണ്. ഇതിൻ്റെ ചികിത്സ എന്താ? നമ്മളെല്ലാം കാത്തിരിക്കുന്നത് എന്താ? അതിനൊരു മാന്ത്രിക മരുന്ന്. പല ആൾക്കാരും 25 വയസ്സ് വരെ ഒന്നും ചെയ്യത്തില്ല. കല്യാണപ്രായമാകുമ്പോൾ തലമുടി പൊഴിച്ച് തുടങ്ങുമ്പോൾ ഒരു സ്കിൻ ഡോക്ടറെ കണ്ട് മൾട്ടി വൈറ്റമിനും വൈറ്റമിൻ ഡിയും B കോംപ്ലക്സും കഴിക്കും. എന്നിട്ടും തലമുടി പൊഴിച്ച് തുടങ്ങുമ്പോൾ പലപ്പോഴും ഇതേ സ്കിൻ ഡോക്ടറെ കണ്ട് മിനോക്സിഡിൻ്റെ ഡ്രോപ്സ് 2, 5, 10% ഉപയോഗിക്കും. എന്നിട്ടും തലമുടി പൊഴിച്ച് തുടങ്ങുമ്പോൾ പിന്നെ സ്കിൻ ഡോക്ടറെ കണ്ട് ബ്ലഡ് എടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് PRP ഇഞ്ചെക്ട് ചെയ്യും. സോ നമുക്കറിയാം പുരുഷ കഷണ്ടിൻ്റെ പേര് ആൻഡ്രോജനിക് അലോപേഷ്യ. അതിന് ഒറ്റ മരുന്ന് US അപ്രൂവ്ഡ് ഉള്ളൂ. അതിൻ്റെ പേരാണ് ഫിനസ്ട്രൈഡ് 1 mg. രണ്ടാമത്തെ മരുന്ന് അപ്രൂവൽ പകുതിയായിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഡുപ്റ്റാസ്ട്രൈഡ് 0.5 mg. പുരുഷ കഷണ്ടി എന്ന് പറഞ്ഞാൽ പുരുഷ ഹോർമോൺ കൂടുമ്പോൾ നെഞ്ചത്തും നാവിയിലും എല്ലാം രോമം വരുന്നു. അവർക്ക് തന്നെ നെറ്റി കയറി പോകുന്നു. അതിൻ്റെ പേരാണ് ആൻഡ്രോജനിക് അലോപേഷ്യ. സോ 16 വയസ്സ് കഴിഞ്ഞ ഏത് പുരുഷനും നെറ്റി കയറി പോകുന്നു. പുരുഷന്റെ പോലെ ആൻഡ്രോജനിക് അലോപേഷ്യ വരുന്നു, അല്ലെങ്കിൽ മുടിയുടെ ഉള്ളു കുറയുന്നു. ആ മരുന്നിൻ്റെ പേര് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഒരു എൻഡോക്രോണിസ്റ്റിനെ കാണുക. വേണമെങ്കിൽ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണും തൈറോയിഡും വൈറ്റമിൻ ഡിയും B12 അയണിൻ്റെ അളവായ ഫെറിറ്റിൻ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഫിനസ്ട്രൈഡ് 1 mg സ്റ്റാർട്ട് ചെയ്യുക. 94% പേരിലും വിത്തിൻ 6 months ഉള്ള തലമുടിയുടെ സ്ട്രെങ്ത് കൂടും. കഷണ്ടി ആയതിനു ശേഷം ഫിനസ്ട്രൈഡ് എടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം കഷണ്ടി ആകുന്ന വെച്ചാൽ മുടിയുടെ ഹെയർ ഫോളിക്കിൾസ് നഷ്ടപ്പെട്ടു. ആ സ്റ്റേജിൽ പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, ആൻഡ്രോജനിക് അലോപേഷ്യ ഫുൾ കഷണ്ടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലുള്ള ഓക്സിപിറ്റൽ ഹെയർ എടുത്ത് തിരിച്ചു പിടിപ്പിക്കുക. അതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. പക്ഷേ കഷണ്ടി ആവുന്ന സ്റ്റേജിൽ 16, 18, 25, 30 വയസ്സ് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ മുടിയിൽ ഉള്ളു കുറയുന്നു, അല്ല ഏതൊരു ഡോക്ടർ പറഞ്ഞ് പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് വാ. അപ്പോൾ ഫസ്റ്റ് 6 മാസം കഴിക്കേണ്ട മരുന്ന് ഫിനസ്ട്രൈഡ് 1 mg. ഉള്ള തലമുടിയുടെ സ്ട്രെങ്ത് ഡബിളായി കിട്ടും. എത്ര വയസ്സ് വരെ ഫിനസ്ട്രൈഡ് എടുക്കും? യൂഷ്വലി ഫിനസ്ട്രൈഡ് 16 വയസ്സ് മുതൽ 45 വയസ്സ് വരെ എടുക്കുന്നു. എടുക്കുന്നതിന് മുമ്പ് ഒരു എൻഡോക്രോണിസ്റ്റിനെ കണ്ടിട്ട് ടെസ്റ്റോസ്റ്ററോൺ അളവ് ചെക്ക് ചെയ്തിട്ട് ടെസ്റ്റോസ്റ്ററോൺ നോർമൽ ആണെങ്കിൽ ഫിനസ്ട്രൈഡ് 1 mg. പല ആൾക്കാരും ഫിനസ്ട്രൈഡിന്റെ ഹയർ ഡോസ് 5 mg സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. 1 mg കറക്റ്റ് 6 months എടുക്കുക. 6 months കൊണ്ട് ചേഞ്ച് അറിയുക. എന്നിട്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്തോണം 45 വയസ്സ് വരെ. 45 വയസ്സിന് ഡോക്ടറെ കണ്ടിട്ട് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്ന് നോക്കുക. രണ്ടാമത്തെ പോയിന്റ് വേൾഡ് മെൻസ് ഡേയിൽ ഞാൻ പറയുന്നത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണെ പറ്റിയാണ്. ഒരു സ്ത്രീയുടെ ലൈംഗികത അറിയാൻ എളുപ്പമാണ്. ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ഉണ്ട്, എല്ലാ മാസവും മാസമുറ കൃത്യമായിട്ട് വരും. നമുക്കറിയാം അവൾ ലൈംഗികമായി നോർമൽ. ഒരു പുരുഷനെ വെളിയിൽ കണ്ടാൽ ലിംഗത്തിന്റെ വലിപ്പമോ വൃഷ്ണത്തിന്റെ വലിപ്പമോ മസിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെ സ്വരം പുരുഷനെ പോലാണോ, ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടോ, ബൈസെക്ഷുവാലിറ്റി ഉണ്ടോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇത് കേൾക്കുന്ന ഏതൊരു പുരുഷനും അവന്റെ പൗരുഷത്തിൽ സംശയം തോന്നിയാൽ ചെക്ക് ചെയ്യേണ്ട ഹോർമോണിന്റെ പേരാണ് പുരുഷ ഹോർമോൺ അഥവാ ടെസ്റ്റോസ്റ്ററോൺ. എത്ര മണിക്ക് ചെക്ക് ചെയ്യണം? ഏത് ലാബിലും കേരളത്തിലെയോ GCCയിലെയോ രാവിലെ 10 മണിക്ക് മുമ്പ് ലാബിൽ ചെന്നിട്ട് ആ ലാബ് ടെക്നീഷ്യൻ പറയാം എനിക്കൊരു ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യണം. അതിൻ്റെ പേരാണ് ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ. എല്ലാവരും ബൈഹാർട്ട് ചെയ്ത് വെക്കുക. നോർമൽ പുരുഷന്റെ ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ മോർ ദാൻ 3.5 നാനോഗ്രാം per ml ആയിരിക്കണം. സോ ഒരു ഡോക്ടറിനെ കണ്ട ആവശ്യമില്ല. ഗോ ടു എ ലാബ് ബിഫോർ 10 o'clock in the morning, ആസ്ക് ഫോർ എ ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ. 3.5 നാനോഗ്രാം per ml കൂടുതലാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ നോർമൽ. 3.5 നാനോഗ്രാം per ml താഴെയാണെങ്കിൽ ഒരു എൻഡോക്രോണിസ്റ്റിനെ കണ്ട് ഡോക്ടറെ എൻ്റെ ടെസ്റ്റോസ്റ്ററോൺ കുറവാ, എന്തുകൊണ്ട് കുറഞ്ഞു? വൃഷ്ണത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാത്താണോ അഥവാ പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള ഹൈപ്പോ പിറ്റ്യൂട്ടറിസം കാരണം ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നോക്കുക. പണ്ട് ടെസ്റ്റോസ്റ്ററോണിന്റെ എല്ലാം നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ടേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം 3 മാസം എടുക്കുന്ന നെബിഡോ അഥവാ സെറിനോസ് ഡിപ്പോ 1000 mg 3 മാസത്തെ ഒറ്റ ഇഞ്ചക്ഷൻ എടുത്താൽ പുരുഷ ഹോർമോണിന്റെ ലെവൽ നോർമലോ. ഇഞ്ചക്ഷൻ വേണ്ടാത്തവർക്ക് എൻ്റെ ക്യാപ്സൂൾ ഉണ്ട്, ആൻഡ്രയോൾ അഥവാ ടെസ്റ്റോസ്റ്ററോൺ ക്യാപ്സൂൾസ് 40 mg 3 times ഡെയിലി. ടെസ്റ്റോസ്റ്ററോൺ ജെല്ലും അവൈലബിൾ ആണ്. എന്തുകൊണ്ട് ഞാൻ പുരുഷ ഹോർമോണെ പറ്റി പറഞ്ഞ പല പയ്യന്മാർക്കും എപ്പോഴും ഡൗട്ടാണ്, ഡോക്ടറെ ലിംഗത്തിന് വേണ്ട നീളമുണ്ടോ, അല്ലെങ്കിൽ മീശയും താടിയും വരുന്നുണ്ടോ, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു, 6 pack വെക്കുന്നുണ്ടോ ഇല്ലയോ, സംസാരിക്കുമ്പോൾ പുരുഷനെ പോലെ സ്വരമുണ്ടോ, അല്ലെങ്കിൽ സ്ത്രൈണ ഭാവത്തിലാണോ ബ്രസ്റ്റ് ഇരിക്കുന്നത് അഥവാ ഗൈനക്കോമാസ്റ്റി. ഇവർക്കെല്ലാം ഉള്ളിൽ ഡൗട്ടാണ്. ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണാൻ ഒരു ഡോക്ടറുണ്ട്, അതിൻ്റെ പേരാണ് ഗൈനക്കോളജിസ്റ്റ്. പക്ഷെ ഒരു പയ്യൻ 25-30 വയസ്സിൽ സെക്സിനെ പറ്റി, ലിംഗത്തിന് നീളം, അല്ലെ വൃഷ്ണത്തിന്റെ വലിപ്പം, അല്ലെ സെക്സിന്റെ എറക്ഷൻ, ഉത്ഥാന ശക്തിയേക്കാൾ ഉപരി ശീഘ്രസ്കരണം
എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് ഡോക്ടറിനെ കാണാം അവനവൻ്റെ ഡൗട്ടാണ്. ആ കാണേണ്ട ഡോക്ടറാണ് എൻഡോക്രോളജിസ്റ്റ് അഥവാ ആൻഡ്രോളജിസ്റ്റ്. അവരെ കണ്ട് ഹോർമോണിൻ്റെ ചെക്കപ്പ് ചെയ്യുക. അതിൻ്റെ പേരാണ് ടെസ്റ്റോസ്റ്ററോൺ. മൂന്നാമത്തെ കാര്യം, ജിമ്മിൽ പോകുമ്പോൾ ഏത് സപ്ലിമെൻറ്റ് ഉപയോഗിക്കണം. ഇപ്പോൾ മെജോറിറ്റി പയ്യന്മാർ, ഞാൻ ഡെയിലി 25 പേഷ്യനെ കണ്ട 5 എണ്ണമെങ്കിലും ഗൾഫിലോ നാട്ടിലോ കണ്ട പയ്യന്മാർ, അവരൊന്ന് പറയും ഡോക്ടറെ ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, മസിൽ അങ്ങോട്ട് വെക്കുന്നില്ല, ഏത് ഹോർമോൺ എടുക്കണം. ബേസിക്കലി ടെസ്റ്റോസ്റ്ററോൺ 3.5 നാനോഗ്രാം പെർ ml താഴെയാണെങ്കിൽ മാത്രം ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ എടുക്കുക. ഗ്രോത്ത് ഹോർമോണിന്റെ ലെവൽ IGF-1 ലെവൽ 84 മൈക്രോഗ്രാം പെർ ലിറ്റർ താഴെയാണെങ്കിൽ മാത്രമേ ഗ്രോത്ത് ഹോർമോൺ എടുക്കാവൂ. അല്ലെങ്കിൽ ഈ 2 ഹോർമോൺ ഉപയോഗിക്കരുത്. ഹോർമോൺ ഡെഫിഷ്യൻസി, ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലെ അഡൽട്ട് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക, നോർമലാണെന്ന് ഉപയോഗിക്കരുത്. നോർമലായിട്ട് ജിമ്മിൽ പോകുന്നവർക്ക് 4 സപ്ലിമെന്റ്സ് ആണ് US FDA അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. ഒന്ന് ക്രിയാറ്റിൻ, വേ പ്രോട്ടീൻ, ബ്രാഞ്ച് അമിനോ ആസിഡ്, ഗ്ലൂട്ടമിൻ. നമ്പർ 1ന്റെ പേരാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന കിഡ്നിയുടെ ടെസ്റ്റിന്റെ പേര് ക്രിയാറ്റിനിൻ എന്നാണ്. സോ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ടോട്ടലി അപ്രൂവ്ഡ് ആണ്. 20 ഗ്രാം പെർ ഡേ ഇനിഷ്യലി 5 ഡേയ്സ് എടുക്കുക, പിന്നെ 2 to 5 ഗ്രാം പെർ ഡേ കണ്ടിന്യൂ ചെയ്യുക. ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എടുത്തുകൊണ്ട് കിഡ്നി ഫെയിലിയർ വരുമോ, ക്രിയാറ്റിൻ കൂടുകയോ ചെയ്യത്തില്ല. ക്രിയാറ്റിൻ നമ്മൾ എടുക്കുന്നത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ക്രിയാറ്റിൻ ആവും. സോ ക്രിയാറ്റിൻ ലെവൽ ബ്ലഡിൽ വേണേൽ മിനിമലി കൂടാം, അതുകൊണ്ട് ഒരിക്കലും കിഡ്നി ഫെയിലിയർ വരത്തില്ല. GFR നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ക്രിയാറ്റിൻ ലോങ് ടൈം എടുക്കുന്നവർക്ക് കിഡ്നി ഫംഗ്ഷൻ തെറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ട ടെസ്റ്റിന്റെ പേരാണ് സിസ്റ്റാറ്റിൻ സി. സിസ്റ്റാറ്റിൻ സി ലെവൽ 0.95 കൂടുതൽ താഴെയാണെങ്കിൽ നമുക്കറിയാം, 2 വാല്യൂ 0.95 കൂടുതലാണെങ്കിൽ കിഡ്നി എഫക്ട് ചെയ്തു, താഴെയാണെങ്കിൽ കിഡ്നിക്ക് ഒരു പ്രശ്നവുമില്ല. സോ നമ്പർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സപ്ലിമെന്റ് അപ്രൂവ്ഡ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. സെക്കൻഡ് വേ പ്രോട്ടീൻ. വേ പ്രോട്ടീൻ ടോട്ടലി അപ്രൂവ്ഡ് 20 to 40 ഗ്രാം പെർ ഡേ. വേ പ്രോട്ടീനകത്ത് ബ്രാഞ്ച് അമിനോ ആസിഡ് വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, സിസ്റ്റീൻ ആണുള്ളത്. സോ കേൾക്കുന്ന പിള്ളേർ, എൻ്റെ മോൻ ഉൾപ്പെടെയുള്ള കുട്ടികൾ പലപ്പോഴും ചോദിക്കും ഡോക്ടറെ ജിമ്മിൽ പോകുമ്പോൾ ഏത് സപ്ലിമെന്റ്സ് ഉപയോഗിക്കാം. നമ്പർ 1 ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ഡെയിലി 5 ഗ്രാം, ഇനിഷ്യലി 20 ഗ്രാം പെർ ഡേ 5 ഡേയ്സ്. അതും കിഡ്നി ഫെയിലിയറോട് യാതൊരു ബന്ധവുമില്ല. വേ പ്രോട്ടീൻ 20 to 40 ഗ്രാം പെർ ഡേ. മോസ്റ്റ് എസെൻഷ്യൽ വേ പ്രോട്ടീൻ ക്രിയാറ്റിൻ കഴിഞ്ഞാൽ ബ്രാഞ്ച് അമിനോ ആസിഡ്. നമ്മുടെ മസിൽസ് ആർ 85% മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. എമംഗ് ദ മസിൽ പ്രോട്ടീൻ അമിനോ ആസിഡ്സിൽ 35% ബ്രാഞ്ച് അമിനോ ആസിഡ്. അതാണ് വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ. അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൂസിൻ ആണ്. അപ്പം ബ്രാഞ്ച് അമിനോ ആസിഡ് 7 ഗ്രാം അതിൻ്റെ പാക്കറ്റായിട്ട് ഇന്ത്യയിൽ കിട്ടും. അത് 3 times ഡെയിലി വരെ 6 months അതിൽ കൂടുതൽ ഉപയോഗിക്കാം. സോ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ഉപയോഗിക്കാം up to 2 to 5 ഗ്രാം പെർ ഡേ. വേ പ്രോട്ടീൻ 20 to 40 ഗ്രാം പെർ ഡേ. ബ്രാഞ്ച് അമിനോ ആസിഡ് up to 21 ഗ്രാം പെർ ഡേ. 7 ഗ്രാമിൻ്റെ സാഷറ്റ് 3 നേരം. പിന്നെ ഗ്ലൂട്ടാത്തയോൺ. ഗ്ലൂട്ടാത്തയോൺ മാത്രം അത്ര സ്ട്രോങ് എവിഡൻസ് ഇല്ല. ഗ്ലൂട്ടാത്തയോൺ ക്യാപ്സ്യൂൾ ഉണ്ട് 250, 500, 100. അതിൻ്റെ കൂടെ ചില സമയം 2000 മില്ലിഗ്രാം വരെ നമ്മൾ എടുക്കുന്നവരുണ്ട്. പക്ഷേ ഗ്ലൂട്ടാത്തയോൺ മസിൽ ബിൽഡിങ്ങിനെക്കാട്ടിലും ആൻറ്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി, ലിവർ പ്രൊട്ടക്ഷൻ പ്രോപ്പർട്ടി, പാർക്കിൻസൺസ്, ഡിമെൻഷ്യ, ആൻറ്റി ഡിമെൻഷ്യ പ്രോപ്പർട്ടിയാണ് കൂടുതൽ. സോ രത്ന ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിൽ അറിയാവുന്നത് ബേസിക്കലി പുരുഷ കഷണ്ടി അതിന് ഒറ്റ മരുന്നേ ഉള്ളൂ, ഫിനസ്ട്രൈഡ് 1 മില്ലിഗ്രാം. 5 മില്ലിഗ്രാം 1 മില്ലിഗ്രാം 16 വയസ്സിൽ തന്നെ നമ്മുടെ ഉള്ളു കുറയുന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു എൻഡോക്രോസിനെ കണ്ട് ഫിനസ്ട്രൈഡ് 1 മില്ലിഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. പുരുഷ ഹോർമോണിന്റെ അളവിന്റെ അറിയുന്ന ടെസ്റ്റോസ്റ്ററോൺ 3.5 നാനോഗ്രാം പെർ ml താഴെയാണെങ്കിൽ എൻഡോക്രോളജിയിൽ ആൻഡ്രോളജി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു എൻഡോക്രോസിനെ കണ്ട് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ് എടുക്കുക. ഏതൊക്കെ സപ്ലിമെന്റ് എടുക്കാം? ക്രിയാറ്റിൻ, വേ പ്രോട്ടീൻ, ബ്രാഞ്ച് അമിനോ ആസിഡ്, ഗ്ലൂട്ടമിൻ. എല്ലാവരും സപ്ലിമെന്റ് എടുക്കണമെന്നല്ല. ആനിമൽ പ്രോട്ടീൻ, പ്ലാന്റ് പ്രോട്ടീൻ ഉണ്ട്. പ്ലാന്റ് പ്രോട്ടീൻ ആണ് നമുക്കറിയാം യോഗട്ട്, നട്ട്സ്, പൾസസ്, സ്പ്രൗട്ട്സ്, സോയി പ്രൊഡക്ട്സ്, പനീർ. പനീർ ഇസ് തോട്ട് ടു ബി പ്ലാന്റ് മട്ടൺ. സോ ഫാറ്റ് പ്രോട്ടീൻ നമുക്കറിയാം. ആനിമൽ പ്രോട്ടീൻ ആണ് മീറ്റ്, മിൽക്ക്, ഫിഷ്. സോ എന്ത് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കാം. സപ്ലിമെന്റ്സ് സേഫ് ആയിട്ടുള്ളത് എടുക്കുക. കിഡ്നി ഫംഗ്ഷനിങ് ക്രിയാറ്റിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അനാവശ്യമായിട്ട് ജിം ഇൻസ്ട്രക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ട് എടുക്കാൻ പോകരുത്. ഫസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെയോ ഡയറ്റീഷ്യനെ കാണുക. എന്നിട്ട് ഏത് ഡോസിന് എടുക്കണമെന്ന് തോന്നുന്നു. ഹോർമോണിന് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻഡോക്രോസിനെ കണ്ട് കറക്റ്റ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് കറക്റ്റ് ടെസ്റ്റോസ്റ്ററോണോ ഗ്രോത്ത് ഹോർമോണോ ഏതാണെങ്കിലും ലെവൽ നോക്കിയിട്ട് മാത്രം സപ്ലിമെന്റ് ചെയ്യുക. താങ്ക് യു. വേൾഡ് മെൻസ് ഹെൽത്ത് ഡേ, മെൻ ഹെൽത്ത് ആൻഡ് പിബർട്ടൽ ബോയ്സ് ഹെൽത്ത്, ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഞാൻ എപ്പോഴും പറയുന്ന വാക്ക്, സ്ത്രീകൾക്ക് കാണാൻ ഒരു ഡോക്ടറുണ്ട്, ഗൈനക്കോളജിസ്റ്റ്. ഒരു പുരുഷനോട് ഡൗട്ട് ചോദിക്കാൻ ഇന്റർനെറ്റോ ChatGPT ഒരു ഡോക്ടറും ഇല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് 150 യൂട്യൂബിലെ പഴയ കഥകളോ പരതാതെ നേരെ ചെന്നൊരു എൻഡോക്രോളജിസ്റ്റിനെ കാണുക. എന്തെങ്കിലും ഡൗട്ടിന്റെ അനുസരിച്ച് മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുക. താങ്ക് യു.